ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മൂന്നാർ വ്ളോഗ് പാർട്ട് 4. മൂന്നാർ പാർട്ട് 3യിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലവർ ഷോ ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മാട്ടുപ്പെട്ടി ഫാക്ടറിയാണ്, അതായത് തേയില ഫാക്ടറിയാണ് കേട്ടോ. മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ്. നല്ല അടിപൊളി ചായയും ഇവിടെയാണ് തേയില കൊടുത്തിട്ട് പൊടിക്കണതൊക്കെ കേട്ടോ. പൊടിച്ച് ചായപ്പൊടിയും അതുപോലെ ചായ ഒക്കെ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. ചായപ്പൊടി ഇവിടുന്ന് മേടിക്കാം, അതുപോലെ ചോക്ലേറ്റ് മേടിക്കാം, പിന്നെ ചായ മേടിക്കാം. ചായയും നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് അവിടുന്ന് ചായ കുടിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് കിഡ്സ് പാർക്കിലേക്കാണ് കേട്ടോ. ഞങ്ങൾ എവിടെ പോയാലും ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും മിസ് ചെയ്യാത്തൊരു സ്ഥലം തന്നെയാണ് കിഡ്സ് പാർക്ക് എന്ന് പറയുന്നത്. കിഡ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കായിരുന്നു കേട്ടോ. പക്ഷെ കിഡ്സ് മാത്രമല്ല, വലിയവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. അത്രക്കും അടിപൊളി പാർക്കായിരുന്നു കേട്ടോ. അത് കണ്ട പാടെ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെ ആയിരുന്നു. എല്ലാവർക്കും ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ആയിരുന്നു. റോക്ക് റൈഡ്, പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുറേ റൈഡുകൾ, അങ്ങനെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അവർ റൈഡുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ. കിഡ്സൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഇത് നല്ല രസമായിരുന്നു. കിഡ്സിനൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സീബ്ര, എലിഫന്റ്, പിന്നെ അതുപോലെ ജിറാഫ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു റിയലിറ്റിക്സ് ആയിട്ടുള്ള ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ഐ ലവ് മൂന്നാറിൻ്റെ ഇത് സ്പേസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോ പോയിന്റ് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. മൂന്നാർ പോയവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. മൂന്നാർ പോവാത്തവരുണ്ടെങ്കിൽ, പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ അവിടുത്തെ ഹൈലൈറ്റ് പറയാനുള്ള ഇതുപോലെ കുറേ ഫ്ലവർ പോട്ടും പിന്നെ അടുത്തടുത്തുള്ള കുറേ ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുള്ളിലേക്ക് കയറും തോറും നല്ല അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു ഓണം ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയാ നോക്കുക ഗൈസ്, എത്ര അടിപൊളിയാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ അവിടെ നിന്നിട്ട് പല പോസിലൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാർക്കിൽ കളിക്കാനാണ് കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്ന് പാർക്കിൽ കളിച്ചു. ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു പാർക്കിനുള്ളിൽ തന്നെ. ഇതിനുള്ളിൽ കയറാൻ ഫീസ് കൊടുക്കണ്ടുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും കയറാൻ ഫീസ് കൊടുക്കണ്ട. പക്ഷേ റോപ്പ് റൈഡിന് മാത്രമാണ് കേട്ടോ പൈസ ഉണ്ടായിരുന്നത്. ബാക്കി ഒന്നിനും പൈസ ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി പാർക്ക് തന്നെ ആയിരുന്നു. ഇത് കണ്ടില്ലേ ഗൈസ്, വലിയൊരു വരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രക്ക് പൊട്ടാത്ത പാർക്ക് തന്നെ ആയിരുന്നു.
ഒരുപാട് നേരം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ഊഞ്ഞാലാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാർക്ക് തന്നെയായിരുന്നു കേട്ടോ. മോളെ ചെറിയൊരു റൈഡിലൊക്കെ ഇരുത്തിട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അടിപൊളി തന്നെ ആയിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിനുള്ളിൽ കയറാനൊക്കെ ആയിട്ട്. ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് തന്നെയായിരുന്നു. ചുറ്റിനും ലൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഷോ ഉള്ള വ്യൂ തന്നെയായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ തന്നെ പോന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും അടിപൊളി ട്രിപ്പായിരുന്നു. റിച്ചുമോന് ഇനിയും ഇതിൽ റൈഡിലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോണ പോക്കാണ് കേട്ടോ അത്. പക്ഷെ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചെറിയവർക്കും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ മൂന്നാറിൽ തിരിച്ചു വരാനായിട്ട്. എന്നാൽ അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള പോയിന്റ് തന്നെ ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ പോയ ട്രിപ്പിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത ട്രിപ്പ് തന്നെയായിരുന്നു മൂന്നാർ. അത്രയ്ക്കും അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നിങ്ങൾ പാർട്ട് 1ഉം 2ഉം 3ഉം ഒക്കെ കണ്ടിട്ട് 4ഉം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.